ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. കോവിഡ് വാക്സിന്റെ കാര്യക്ഷമതയെപ്പറ്റി ജനങ്ങളോട് ലളിതമായി വിശദീകരിക്കണമെന്ന് വാക്സിൻ നിർമ്മാണ കമ്പനികളോട് പ്രധാനമന്ത്രി. 3 വാക്സിൻ നിർമ്മാണ കമ്പനികളുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തി. കാർഷിക നിയമങ്ങൾ കർഷകരെ ശാക്തീകരിക്കുമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് 3382 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 6055 പേർ രോഗമുക്തി നേടി. ഇന്ന് 21 മരണം. അടുത്ത വർഷം ആദ്യത്തോടെ വാക്സിൻ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഖ്യമന്ത്രി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ സജീവം. കോവിഡ് ചികിത്സയിലും ക്വാറന്റൈനിലും കഴിയുന്നവർക്ക് പ്രത്യേക ക്രമീകരണങ്ങൾ. കെഎസ്ആർടിസി ദീർഘദൂര സർവീസുകളിൽ ക്രൂ ചേഞ്ചിംഗ് സമ്പ്രദായം നടപ്പാക്കുമെന്ന് ഗതാഗത മന്ത്രി. സംസ്ഥാനത്ത് 3 ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് അർദ്ധരാത്രി മുതൽ കടലിൽ പോകുന്നതിന് പൂർണ്ണ വിലക്ക്. വാർത്തകൾ വിശദമായി. കോവിഡ് വാക്സിന്റെ കാര്യക്ഷമത ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി ജനങ്ങളോട് ലളിതമായ രീതിയിൽ വിശദീകരിക്കണമെന്ന് വാക്സിൻ നിർമ്മാണ കമ്പനികളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് വാക്സിൻ വികസനവുമായി ബന്ധപ്പെട്ട 3 കമ്പനികളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം. കോവിഡ് വാക്സിൻ വികസനത്തിനായി പരിശ്രമിക്കുന്ന ശാസ്ത്രജ്ഞരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളും ചർച്ച ചെയ്തു. വാക്സിൻ നിർമ്മാതാക്കളുമായി ബന്ധപ്പെടാനും വാക്സിൻ വേഗത്തിൽ ലഭ്യമാക്കാനുമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ബന്ധപ്പെട്ട വകുപ്പുകളോട് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. വാക്സിൻ ഗവേഷണത്തിന് മാത്രമല്ല വാക്സിൻ ഉൽപ്പാദനത്തിലും ഇന്ത്യ ലോകത്തിന് മാതൃകയാകുമെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കാർഷിക നിയമങ്ങൾ കർഷകരെ ശാക്തീകരിക്കുമെന്ന് പ്രധാനമന്ത്രി. വിത്ത്, വിപണി, ജലസേചന സൌകര്യങ്ങൾ, ഇൻഷുറൻസ് എന്നിവ കർഷകർക്ക് സർക്കാർ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു. വാരണാസിയിൽ വിവിധ പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ ആദായം വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. കർഷകർക്കായി 1 ലക്ഷം കോടി രൂപയുടെ പ്രത്യേക ഫണ്ട് ഈയിടെയാണ് അനുവദിച്ചത്. വിപണി സൌകര്യം എളുപ്പമാക്കാൻ ആരംഭിച്ച കിസാൻ റെയിൽ കർഷകർക്ക് ആദായം വർദ്ധിപ്പിക്കാൻ കൂടുതൽ സഹായകമായി. കർഷകരുടെ എല്ലാ സംശയങ്ങൾക്കും സർക്കാർ കൃത്യമായി മറുപടി നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് 3382 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 6055 പേർ രോഗമുക്തി നേടി. ഇന്ന് 21 മരണം സ്ഥിരീകരിച്ചു. 405 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 2880 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 34,689 സാമ്പിളുകൾ ഇന്ന് പരിശോധിച്ചു. 9.75 ആണ് ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. ഇതുവരെ 61,894 പേരാണ് ചികിത്സയിലുള്ളത്. പോസ്റ്റ് കോവിഡ് സിൻഡ്രോം പലരിലും ഗുരുതരമാകുന്ന സ്ഥിതിവിശേഷമുണ്ട്. അത് കണക്കിലെടുത്താണ് സർക്കാർ പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുള്ളത്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ശ്വാസകോശ രോഗങ്ങളുടെ ചികിത്സക്കായി ശ്വാസ് ക്ലിനിക്കുകളും പോസ്റ്റ് കോവിഡ് ചികിത്സക്കായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. രോഗവിമുക്തരായവരെല്ലാം ഈ സൌകര്യങ്ങൾ വിനിയോഗിച്ച് പോസ്റ്റ് കോവിഡ് രോഗാവസ്ഥയെ മറികടക്കാൻ ചികിത്സ ഉറപ്പുവരുത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി നടന്നുവരുന്ന വാക്സിൻ പരീക്ഷണം ശുഭസൂചകമായാണ് പുരോഗമിക്കുന്നത്. ഈ വർഷം അവസാനത്തോടുകൂടി ചില വാക്സിനുകൾക്ക് അംഗീകാരം ലഭിക്കുകയും അടുത്ത വർഷം ആദ്യത്തോടെ പരിമിതമായ അളവിലെങ്കിലും ലഭ്യമായി തുടങ്ങുകയും ചെയ്യുമെന്നാണ് ശാസ്ത്രലോകം പ്രകടിപ്പിക്കുന്ന പ്രതീക്ഷ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോവിഡ് ബാധിതരെയും ക്വാറന്റൈനിൽ ഉള്ളവരെയും പ്രത്യേക വിഭാഗം സമ്മതിദായകരായി പരിഗണിച്ച് വോട്ട് ചെയ്യുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. കോവിഡ് സ്ഥിരീകരിച്ചവർക്കോ ക്വാറന്റൈനിലുള്ളവർക്കോ തലേദിവസം വൈകിട്ട് 3 വരെ പോസ്റ്റൽ വോട്ട് അനുവദിക്കും. ഇതിനുശേഷം രോഗം സ്ഥിരീകരിക്കുന്നവർക്ക് വോട്ടെടുപ്പ് ദിവസം വൈകിട്ട് 5 മുതൽ 6 വരെ പോളിംഗ് സ്റ്റേഷനിൽ നേരിട്ടെത്തി വോട്ട് രേഖപ്പെടുത്താം. വോട്ടെടുപ്പ് ദിവസത്തിന് 10 ദിവസം മുൻപ് മുതൽ വോട്ടെടുപ്പ് ദിവസം വരെയുള്ള കാലയളവിലെ പട്ടികയാണ് നിയുക്ത ആരോഗ്യ ഓഫീസർ തയ്യാറാക്കുക. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കൊല്ലം കോർപ്പറേഷനിൽ പ്രചാരണ രംഗത്ത് ചൂടേറി. വാശിയേറിയ മത്സരത്തിനാകും ഇത്തവണ കൊല്ലം കോർപ്പറേഷൻ സാക്ഷിയാകുക. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാലിന്റെ റിപ്പോർട്ട്. രൂപീകൃതമായ 2000 മുതൽ 2 പതിറ്റാണ്ടായി ഇടതുമുന്നണിയുടെ ഭരണത്തിലാണ് കൊല്ലം കോർപ്പറേഷൻ. എൽഡിഎഫും യുഡിഎഫും ഒപ്പത്തിനൊപ്പമായിരുന്ന 2000-ൽ കോൺഗ്രസ് വിമതന്റെയും സ്വതന്ത്രന്റെയും പിന്തുണയോടെയാണ് എൽഡിഎഫ് അധികാരത്തിലേറിയത്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഓരോ തെരഞ്ഞെടുപ്പിലും എൽഡിഎഫ് അംഗബലം വർദ്ധിപ്പിച്ച ചരിത്രമാണുള്ളത്. ഏറ്റവും ഒടുവിൽ സ്ഥാനമൊഴിഞ്ഞ 55 അംഗ കൌൺസിലിൽ
37 അംഗങ്ങൾ LDFനും 15 അംഗങ്ങൾ UDFനും 2 അംഗങ്ങൾ BJPക്കും 1 അംഗം SDPIക്കുമായിരുന്നു. BJP കഴിഞ്ഞ തവണ വിജയിച്ച തിരുമുല്ലവാരത്തും തേവള്ളിയിലും ഇത്തവണ ത്രികോണ മത്സരം ഉറപ്പാണ്. ഭരണ തുടർച്ചയ്ക്ക് LDFും ഭരണം പിടിച്ചെടുക്കാൻ UDFും ശ്രമിക്കുമ്പോൾ 19 ഡിവിഷനുകളെങ്കിലും വിജയിക്കാനാണ് NDA ലക്ഷ്യമിടുന്നത്. ദീർഘദൂര സർവീസുകളിൽ ക്രൂ ചേഞ്ചിംഗ് സമ്പ്രദായം നടപ്പാക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കൊച്ചിയിൽ ബസ് അപകടമുണ്ടായ സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാളെ മുതൽ തിരുവനന്തപുരത്തു നിന്നും ബംഗളൂരുവിലേക്കുള്ള 3 സർവീസുകളിലും കോട്ടയം ബംഗളൂരു, പത്തനംതിട്ട ബംഗളൂരു എന്നീ സർവീസുകളിലും എറണാകുളം പാലക്കാട് സുൽത്താൻ ബത്തേരി സർവീസുകളിലും ഡ്രൈവറും കണ്ടക്ടറും ചേഞ്ച് ചെയ്യുന്ന സംവിധാനം നടപ്പിലാക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. വടകരയിലെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ ED സംഘമെത്തി. സൊസൈറ്റി അധികൃതരിൽ നിന്നും വിശദാംശങ്ങൾ ആരായുകയും ചില രേഖകൾ പരിശോധിക്കുകയും ചെയ്തു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി മുഖ്യമന്ത്രിയുടെയും CPMന്റെയും മറയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഊരാളുങ്കലിന് ലഭിച്ച കരാറുകളുടെ വിശദാംശങ്ങൾ പുറത്തുവിടണമെന്നും ശ്രീ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി M. ശിവശങ്കറിനെ ഹൈക്കോടതി റിമാൻഡ് ചെയ്തു. 1 ദിവസത്തേക്കാണ് റിമാൻഡ്. ശിവശങ്കറിന്റെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് കോടതി നടപടി. എന്നാൽ ശിവശങ്കറിനെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്നാണ് കസ്റ്റംസിന്റെ ആവശ്യം. കസ്റ്റഡി അപേക്ഷ കോടതി നാളെ പരിഗണിക്കും. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ റിമാൻഡിലുള്ള പ്രതി മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ്. ചോദ്യം ചെയ്യാൻ 1 ദിവസത്തെ സമയമാണ് വിജിലൻസ് കോടതി അനുവദിച്ചത്. ഫാഷൻ ഗോൾഡ് തട്ടിപ്പിൽ അറസ്റ്റിലായ MC കമറുദ്ദീൻ MLAയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ആവശ്യമെങ്കിൽ കമറുദ്ദീൻ ചികിത്സ ലഭ്യമാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 93.81%. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 45,333 പേർ രോഗമുക്തി നേടി. ലോകത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6,31,00,000 കടന്നു. ഇതിൽ 4,36,82,000-ത്തിലധികം പേർ രോഗമുക്തി നേടി. കേരളത്തിൽ നാളെ മുതൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം നാളെയോടെ തീവ്ര ന്യൂനമർദ്ദമായി മാറി തെക്കൻ തമിഴ്നാട് തീരത്ത് കരയിൽ പ്രവേശിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ വ്യാഴാഴ്ച റെഡ് അലർട്ടും കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട്. മറ്റന്നാൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 70 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കും. തെക്കൻ കേരളത്തിൽ കൂടുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാവുന്നതുവരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ന്യൂനമർദ്ദം അതിന്യൂനമർദ്ദമായി രൂപം കൊണ്ടു. വിശദ വിവരങ്ങളുമായി ഹൈദരാബാദ് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ R. ഹരികുമാർ ആകാശവാണിയോട്. ഇന്ന് രാവിലെ 5:30 അത് കന്യാകുമാരിയിൽ നിന്നും ഏകദേശം 1000 കിലോമീറ്റർ തെക്ക് കിഴക്കായി ആണ് സ്ഥിതി ചെയ്യുന്നത്. 24 മണിക്കൂറിന് ശേഷം അതൊരു സൈക്ലോണായി രൂപപ്പെടുത്ത് ശ്രീലങ്കയെ ലക്ഷ്യമാക്കിയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ലക്ഷ്യമാക്കിയും സഞ്ചരിക്കാവുന്നതാണ്. തത്ഫലമായി കേരള തീരത്ത് 2 ഡിസംബർ ഉച്ചയ്ക്ക് ശേഷം മുതൽ 2 മുതൽ 3.5 മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ അടിക്കാവുന്നതാണ്. ISL ഫുട്ബോളിൽ ഇന്ന് ഗോവ നോർത്ത് ഈസ്റ്റ് പോരാട്ടം. വൈകിട്ട് 7:30 ഗോവയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് വാക്സിന്റെ കാര്യക്ഷമതയെപ്പറ്റി ജനങ്ങളോട് ലളിതമായി വിശദീകരിക്കണമെന്ന് വാക്സിൻ നിർമ്മാണ കമ്പനികളോട് പ്രധാനമന്ത്രി. 3 വാക്സിൻ നിർമ്മാണ കമ്പനികളുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തി. കാർഷിക നിയമങ്ങൾ കർഷകരെ ശാക്തീകരിക്കുമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് 3382 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 6055 പേർ രോഗമുക്തി നേടി. ഇന്ന് 21 മരണം. അടുത്ത വർഷം ആദ്യത്തോടെ വാക്സിൻ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഖ്യമന്ത്രി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ സജീവം. കോവിഡ് ചികിത്സയിലും ക്വാറന്റൈനിലും കഴിയുന്നവർക്ക് പ്രത്യേക ക്രമീകരണങ്ങൾ. KSRTC ദീർഘദൂര സർവീസുകളിൽ ക്രൂ ചേഞ്ചിംഗ് സമ്പ്രദായം നടപ്പാക്കുമെന്ന് ഗതാഗത മന്ത്രി. സംസ്ഥാനത്ത് 3 ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് അർദ്ധരാത്രി മുതൽ കടലിൽ പോകുന്നതിന് പൂർണ്ണ വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും
@ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.